ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ പരിചരണം നോക്കിയാലോ. നമ്മളെങ്ങനെയാണ് കറിവേപ്പില നട്ട് വളർത്തുന്നതെന്ന്. ചില വീടുകളിലൊക്കെ കറിവേപ്പില നട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ കറിവേപ്പില നമ്മളിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവിടെ ഈ പറഞ്ഞോണം നട്ടാൽ പിടിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നട്ട് ചെറിയ പാക്കറ്റിലാക്കി ചെറിയ കവറില്ലേ അതിനകത്താക്കി കൊണ്ടുപോയതായിരുന്നു കേട്ടോ നേരത്തെ. ഇത് ഒരു വർഷത്തോളമായി ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട്. അപ്പോൾ അത് മമ്മി അത് വേറൊരു ചാക്കിനകത്തേക്ക് ആദ്യം കുറേ കരിയിലകളും ഒക്കെ വാരിയിട്ട് പിന്നെ അതിനകത്തതിൻ്റെ മേളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടാട്ടോ നമ്മളിത് നട്ടു കൊടുത്തത്. അപ്പോൾ ഇത് നട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ വളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ്, അതായത് പച്ചക്കറിയൊക്കെ അരിയണതിൻ്റെ വേസ്റ്റ്, മുട്ട അതിൻ്റെ മുട്ടത്തോട്, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ തൊലി, സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള വരുന്നതിൻ്റെ തൊലി, പച്ചക്കറി വേസ്റ്റ്, പഴം, കഞ്ഞിവെള്ളം, തലേ ദിവസമുള്ള കഞ്ഞിവെള്ളമൊക്കെ ഇല്ലേ അതൊക്കെ പുളിപ്പിച്ചത്, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ചാരം ഒക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറിവേപ്പില നമുക്ക് വിഷാംശം ഒന്നും കൂടാതെ നമുക്ക് പറിച്ചെടുത്ത് കറിയിലിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂമ്പ് കിള്ളിക്കളഞ്ഞ് കൊടുക്കണം, എന്നാലേ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ശരി.